ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ചീസ് കേക്കിൻ്റെ വീഡിയോ ആണ്. നല്ല സോഫ്റ്റായിട്ട് ക്രീമി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇതുണ്ടാക്കുന്ന വീഡിയോ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 മുട്ട എടുത്തിട്ട് മുട്ടൻ്റെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മുട്ടൻ്റെ വെള്ളയിലേക്ക് 2 മാറ്റി വെച്ചതിന് ശേഷം മുട്ടൻ്റെ വെള്ളയിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസ്, ഞാൻ ഇപ്പോൾ അതിൻ്റെ മൂടിയിൽ തന്നെയാണ് എടുത്ത്, നിങ്ങൾക്ക് ടീസ്പൂണിലും എടുക്കുക. അതിൻ്റെ ഒക്കെ തന്നെ 1 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ബീറ്ററിൽ നല്ലോണം നമുക്ക് മിക്സ് ആക്കിയിട്ട് നല്ല സ്റ്റിഫായിട്ട് നല്ല തിക്കായിട്ട് വരുന്നത് പോലെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കുക സോഫ്റ്റായിട്ട്. എന്നിട്ട് പാത്രം മറിച്ച് നോക്കുക. അപ്പോൾ അത് വീഴാത്ത വിധത്തിലായെങ്കിൽ അതിനൊന്ന് മാറ്റി വെക്കുക. പിന്നെ ആ മുട്ടൻ്റെ മഞ്ഞയിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസ്, 1 കപ്പ് പാല്, 3 ടേബിൾ സ്പൂണും സൺഫ്ലവർ ഓയിൽ, 1 കപ്പ് മൈദപ്പൊടിയും കൂടി ചേർത്ത് മെല്ലെ മെല്ലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അതിൻ്റെ ഒക്കെ തന്നെ അത് മിക്സ് ആയതിനു ശേഷം നമുക്ക് 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് അതിനൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് അതെടുത്തതിന് ശേഷം നമ്മൾ ഈ മുട്ടൻ്റെ വെള്ളൻ്റെ മിക്സിയിലേക്ക് ഈ മഞ്ഞൻ്റെ മിക്സ് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് കുത്തി മറിക്കാണ്ട് ടൈറ്റിൽ മറിച്ചെടുക്കാണ്ട് മെല്ലെ 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 ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തതിന് ശേഷം ഞാനിവിടെ 1 കിലോൻ്റെ കേക്ക് ടിന്നാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് 2 മുട്ടൻ്റെത് മതിയാണെങ്കിൽ ചെറിയ കേക്ക് ടിന്ന് എടുത്താൽ മതി. അപ്പം ഞാൻ 4 മുട്ടൻ്റെ ആയതുകൊണ്ട് അതാണ് എടുക്കുന്നുള്ളത്. അങ്ങനെ ആ കേക്ക് ടിന്നിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളൊക്കെ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് 4 സൈഡും സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത്. ഇളയിട്ടെല്ലാം വന്ന് കിട്ടിക്കോളും, ആറിയതിന് ശേഷം നല്ലോണം ഇളയിക്കോളും. അങ്ങനെ ഇത് ഞാൻ ഈ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് പോയിച്ചിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു 5 മിനിറ്റോളം ചെറിയ തീയിലൊരു പാത്രം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു വട്ടം വെച്ച് കൊടുത്തിട്ട് അതിലാണ് വെച്ച് കൊടുക്കുന്നുള്ളത്. അപ്പോൾ അതൊരു 20-25 മിനിറ്റോളം അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് കേക്കിലേക്ക് ഉണ്ടാക്കാനുള്ള ഒരു പാത്രത്തിലേക്ക് ഒരു 100 ഗ്രാം ബട്ടറും പിന്നെ 1 കപ്പ് മിൽക്ക് മേഡും അതിൻ്റെയൊക്കെ തന്നെ ഒരു 50 ഗ്രാമോളം മറ്റേ ചീസ് ക്രീമും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതും വാനില എസൻസ് 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം അതൊന്ന് മിക്സാക്കി മാറ്റിയേക്കാം. എന്നിട്ട് തുറന്ന് നോക്കുമ്പോൾ കേക്ക് 25 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. തുറന്ന് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കേക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അത് ആറി തണുത്തതിന് ശേഷം നമുക്ക് 2ആയിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മുറിച്ചെടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് സൈഡൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. അത്രയും സോഫ്റ്റ് ആയിരുന്നു കേക്ക്, അതുകൊണ്ടാണ് പൊട്ടിയത്. എന്നിട്ട് അതിലേക്ക് 2ആയിട്ടാണ് ഇപ്പോൾ മുറിച്ചെടുത്തിട്ടുള്ളത്. അതിലേക്ക് ഈ ക്രീം മിക്സിനെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് മറ്റേ 2ാമത്തെ ഭാഗം കൂടെ വെച്ച് കൊടുത്തിട്ട് ഞാനത് ഫുള്ളായിട്ട് എടുത്തിട്ട് നേരെ പകുതിയാണ് അതിൻ്റെ ഇതാക്കി എടുത്തത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഒരു ഡെക്കറേഷന് വേണ്ടി ചെയ്തതേ ഉള്ളൂ. ഇതിനൊരു 10-15 മിനിറ്റോളം തണുപ്പിച്ചെടുക്കുക. പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെച്ചാലും മതി. ഞാൻ ഇപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ടാണ് എടുത്തത്. നല്ല സൂപ്പർ കേക്കാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.